എം ജി ശ്രീകുമാർ പറഞ്ഞത് സരസ്വതി ദേവിയുടെ കടാക്ഷമുള്ള ഒരു മനുഷ്യനാണ്. അല്ലാണ്ട് ഈ പാട്ട് ഇങ്ങനെ പാടാൻ പറ്റില്ല. തത്വമസി പൊരുളേ നിത്യ സത്യദയാനിധിയേ ഇനി കൽപ്പാന്തമിഴീതൾ തുറന്നീടണേ. ആരെ ഈ സാമൂഹ്യത വൈറലാക്കിയതാ? ഒരു പെൺകുട്ടിയുടെ മെമ്പർ ഒരു പാട്ട് പാടുകയാണ്. എനിക്കൊരു 100 രൂപ തരുമെന്ന് ചോദിച്ചാൽ 2 പേര് ഇത് ഫേസ്ബുക്കിലിട്ടു. ഒരു ദിവസം മുഴുവൻ ഞാൻ തന്നെയായിരുന്നു. നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. തത്വമസി പൊരുൾ എന്ന് പറഞ്ഞാൽ നീ എൻ്റെ മുമ്പിൽ വരുമ്പോ നീ എൻ്റെ ദൈവം എന്ന് പറഞ്ഞ ഒരു ദൈവല്ലേ. അപ്പൊ ആ പാട്ട് ഞാൻ പാടി. ചക്കാമുക്കിൽ വൈദ്യുതി പട്ടരടുത്ത് പോയിട്ട് ഒരു 8 മാസം സംഗീതം പഠിച്ചു. 8 മാസം പഠിച്ചു സംഗീതം? 8 മാസം, അത്രേ ഉള്ളൂ. 7 പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ. എം ജി ശ്രീകുമാറിനെ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇത് വൈറലായി എന്നൊക്കെ അറിഞ്ഞപ്പോ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്താ പറഞ്ഞു? എന്നെ വെറുത്തിരുന്ന ആൾക്കാരാ. പക്ഷെ അവര് മുഴുവൻ ഇപ്പൊ എന്താ പറയുന്നറിയാം, വളരെ നന്നായിട്ടുണ്ട്. ഒരു വ്യക്തി പോലും ദേഷ്യപ്പെട്ടിട്ടില്ലേ. സിനിമയിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ വിളിച്ചു തുടങ്ങിയോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിലാണ് അയ്യപ്പ ഭക്തിഗാനമായ സാമവേദവും അത് പാടിയ ഒരു വ്യക്തിയും. എം ജി ശ്രീകുമാർ ഏറ്റെടുത്തതോടുകൂടി ആ വ്യക്തിയും സാമവേദം എന്ന ഗാനവും വൈറലായി പൊക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ആ വ്യക്തിയെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വാർത്തകൾ? വാർത്തകള് വളരെ മനോഹരമായ വാർത്തകള്. നമ്മൾ ആ ഒരു പാട്ട് വെറുതെ പാടിയതായാലും അത് ഗംഭീരമായിട്ട് ഇങ്ങനെ ലൈവ് പോകുന്നതുകൊണ്ട് മനസ്സിൽ സന്തോഷം. ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സ് പറയുന്നു. അഭിനന്ദന പ്രവാഹങ്ങളാണോ വന്നുകൊണ്ടിരിക്കുന്നത്? അഭിനന്ദ പ്രവാഹങ്ങൾ മാത്രം. ചാനലുകൾ മുഴുവനും നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, പാട്ട് പാടാൻ വിളിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവരോടും ഒരു സ്നേഹത്തിനപ്പുറം ദൈവത്തിനോടാണ് ഏറ്റവും നന്ദി പറയാനുള്ളത്. അത് ദൈവം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ദൈവം അല്ലെങ്കിൽ ഹിന്ദു ദൈവം അങ്ങനെ ഇല്ല. ഒരു ദൈവം അതിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം സന്തോഷം. എല്ലാവർക്കും സന്തോഷം. വിൽസൺ ചേട്ടൻ പാടിയ ആ പാട്ടൊന്ന് നമുക്ക് കേൾക്കാം. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ നിത്യ സത്യദയാനിധിയേ ഇനി കൽപ്പാന്തമിഴീതൾ തുറന്നീടണേ. ഇരുമുടി നിറയുമേ ദുരിതം മൊഴിയണേ. ഇഹപരശാന്തിതൻ അമൃതം അരുളണേ. മനസ്സാകും പുലിമേല വാഴണേ. ജന്മ ശനി നീക്കി ശരിയേകിടേണമേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. മഞ്ഞണി മാമലമേലെ കർപ്പൂരക്കടലേ കരയിൽ സ്വാമിതൻ പൊന്നണി വീട്. മഞ്ഞണി മാമലമേലെ കർപ്പൂരക്കടലേ കരയിൽ സ്വാമിതൻ പൊന്നണി വീട്. മാലുകൾ നീക്കിടുവാനയ്യപ്പ നീ മഹിഷിമാരകൻ നായിട്. മാലുകൾ നീക്കിടുവാനയ്യപ്പ നീ മഹിഷിമാരകൻ നായിട്. കലികാലം കൺപാർക്കും പരമാർത്ഥ പുണ്യമേ നീ തന്നതല്ലോ എൻ ജീവിതം. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ
എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. പൂവണിക്കാടിനു ചാരെ പുണ്യാഹക്കടവ്, പുലരും സമതൻ സുന്ദരശീല്. പൂവണിക്കാടിനു ചാരെ പുണ്യാഹക്കടവ്, പുലരും സമതൻ സുന്ദരശീല്. സ്വാമിക്ക് പമ്പയൊരു പൂണൂലേയൻ ആത്മാവല്ലയോ കോവിലേ. സ്വാമിക്ക് പമ്പയൊരു പൂണൂലേയൻ ആത്മാവല്ലയോ കോവിലേ. പുഴയോരം പകരുന്നു കുളിരാർന്ന കീർത്തനം, അറിയണം അടിയൻ്റെ സങ്കടം. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. ഹരിഹാരസാരമേ സംഗീതപ്രിയനേ, സിന്ദൂരവർണ്ണനേ സ്വാമിയേ. ഹരിഹാരസാരമേ കർപ്പൂരപ്രിയനേ, സിന്ദൂരവർണ്ണനേ സ്വാമിയേ. അടിപൊളി അടിപൊളി അല്ലേ? അടിപൊളി. ഇപ്പൊ സാമവേദം പാടിയാണ് നമ്മൾ വൈറലായത്. MG ശ്രീകുമാർ ലൈക്ക് അടിച്ചു, ഫോൺ വിളിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? MG ശ്രീകുമാർ എന്തൊക്കെ പറഞ്ഞു? MG ശ്രീകുമാർ പറഞ്ഞത് സരസ്വതി ദേവിയുടെ കടാക്ഷമുള്ള ഒരു മനുഷ്യനാണ്, അല്ലാണ്ട് ഈ പാട്ട് ഇങ്ങനെ പാടാൻ പറ്റില്ല. അദ്ദേഹം പാടിയ പാട്ടാണ്. അദ്ദേഹം പാടിയ പാട്ടാണ്, പക്ഷേ അദ്ദേഹത്തിന് നല്ല ഇഷ്ടമായി. അതുകൊണ്ടാണ് ആളെ ലൈക്ക് അടിച്ചതൊക്കെ. പക്ഷെ ഈ ഇപ്പം എല്ലാവരുടെ വായിലും സാമവേദായിരുന്നു. അതെ അതെ, അതാണ് MG ശ്രീകുമാർ പറഞ്ഞതിൻ്റെ ചെറിയൊരു സാരം. പുള്ളി നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പേജ് മുഴുവൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വായിച്ചത് അത്രമാത്രം. എന്താണല്ലേ MG ശ്രീകുമാർ ലൈക്ക് അടിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേനും സംഭവം അങ്ങ് വൈറലായി പോയി. ലോകമെമ്പാടുമുള്ള എല്ലാരും ഇപ്പൊ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ലോകമെമ്പാടും എല്ലാരും കണ്ടു. ഇപ്പൊ ചേട്ടൻ ഒരുപാട് ഫാൻസ് ആയി. ഇപ്പൊ MG ശ്രീകുമാർ വിളിച്ചിട്ട് കൂടെ പാടണം അങ്ങനെ പറഞ്ഞോ? MG ശ്രീകുമാറിനെ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അമൃത TV-കാര് വിളിച്ചു. അപ്പൊ 5-ാം തീയതി റെക്കോർഡിങ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ MG ശ്രീകുമാർ അതിന് ഒഴിവുണ്ടെങ്കിൽ, ആൾക്ക് ഒഴിവുള്ള സമയത്തല്ലേ പറ്റുള്ളൂ, ഉണ്ടെങ്കിൽ ആളും കൂടി നമുക്ക് കാണിച്ചു തരാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കാണണമെന്ന് വലിയ മോഹമുണ്ട്. MG ശ്രീകുമാറിനെ കാണണം. അതാണ് ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹം. സിനിമയിൽ പാടണമെന്ന് ആഗ്രഹം. സിനിമയിൽ പാടണം, ഒരു പാട്ട് സിനിമയിൽ പാടണമെന്ന് ആഗ്രഹമുണ്ട്. ഭയങ്കര ആഗ്രഹമാണ്. നടക്കട്ടെ ആഗ്രഹം. ഇപ്പം ചേട്ടൻ എങ്ങനെയാണ്, കുഞ്ഞിലെ തൊട്ട് പാട്ട് പഠിച്ചിട്ടുണ്ടോ? കുഞ്ഞിലെ ഞാൻ പാട്ട് പഠിക്കാത്തപ്പോ ഞങ്ങളെ പള്ളിയിൽ നിന്നൊന്നും നമ്മൾ പാട്ട് കേൾക്കാറില്ല. ഒരു വഴിയകലെന്ന് ഒരു അമ്പലത്തിൽ നിന്ന്, ഒരു ശിവന്റെ അമ്പലത്തിൽ നിന്ന് ഒരു പാട്ട് രാവിലെ വെക്കും. അപ്പം നമ്മൾ ബാത്റൂമിൽ പോണ സമയത്ത് ഈ പാട്ട് അകലെന്ന് കേൾക്കാം. ആ പാട്ട് എൻ്റെ മനസ്സിൽ ഉള്ളം പൊള്ളിച്ച പാട്ടാണ്. ഒരു 4 വരി ഞാൻ പാടാം. ആയിക്കോട്ടെ. നമ ശിവായ നമ ശിവായ നമ ശിവായ. 7:30 പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ. തൊഴുന്നേൻ 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 ഞാൻ പൂനോണ വളയിട്ട തൃപ്പാദം. ഇതാണ് എൻ്റെ ഫസ്റ്റ് പാട്ട്. പിന്നെ അവിടെ നിന്ന് പിന്നെ പള്ളിയിലാണ് ഞാൻ പാടിയത്. പള്ളിയിൽ പാടിയപ്പോൾ പാട്ട് ശരിയാവണില്ല. അപ്പോൾ കുറച്ച് നാള് ചക്കാമുക്കിൽ വൈകുന്നേരം പട്ടര അടുത്ത് പോയിട്ട് ഒരു 8 മാസം സംഗീതം പഠിച്ചു. 8 മാസം പഠിച്ചു സംഗീതം? 8 മാസം, അത്രേ ഉള്ളൂ. പിന്നെ ഈ സ്വരസാധകങ്ങൾ ചെയ്തിട്ട് എൻ്റെ തൊണ്ടനെ ഞാൻ ശുദ്ധി വരുത്തി. അപ്പോഴാണ് എൻ്റെ പാട്ട് പാട്ടായത്. ഇപ്പോൾ അത് പറയണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അത് ദൈവം എന്നെ കൈവിട്ടില്ല. 3-4 വർഷം ഞാൻ സ്വരസാധകം പുലർച്ചയ്ക്കേറ്റ് ചെയ്യുമായിരുന്നു. അത് 3 സ്ഥായിൽ ചെയ്യാറ്. 3 സ്ഥായിൽ വെച്ചാൽ ബേസ്, മന്ത്രം,
ഹൈപ്പിച്ച് അങ്ങനെ ചെയ്ത് കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ അവിടെ കയറിപ്പോകാനെ പറ്റി. ഇപ്പോൾ പ്രാക്ടീസ് ഒന്നും ഇല്ല. പക്ഷേ ആ സാധനം നമ്മുടെ തൊണ്ടയെന്ന് ദൈവം ഉപേക്ഷിച്ചിട്ടില്ലേ. ദൈവം അനുഗ്രഹിച്ച കലാകാരനാണ്. ഇപ്പൊ സാമവേദം പാടി വൈറലായല്ലോ. ആരാ ഈ സാമവേദം വൈറലാക്കിയത്? ആരാ ചേട്ടന്റെ പാട്ടൊക്കെ എടുത്ത്? അത് പഞ്ചായത്തിലെ ഒരു മെമ്പറാണ്, അതിന്റെ പേര് മനസ്സിൽ ഓർമ്മയില്ല. പക്ഷെ അത് മറ്റേ ഫേസ്ബുക്കിൽ അതിന്റെ പേരുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ പാട്ട് പാടിയപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി. ഇപ്പോൾ 2 പേര് ഇത് ഫേസ്ബുക്കിലിട്ടു. അതിന് ഫേസ്ബുക്കിന്റെ എല്ലാ ഇതിലും സ്റ്റെപ്പിലിട്ടു. ഒരു ദിവസം മുഴുവൻ ഞാൻ തന്നെയായിരുന്നു. ഈ പാട്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നന്നായി പാടാൻ പറ്റി എന്നുള്ളത് അയ്യപ്പസ്വാമിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് ചെയ്തു. ഇപ്പൊ മണ്ഡലകാലം കൂടിയാ, അയ്യപ്പ ഭക്തരെല്ലാം ശബരിമലയിൽ പോകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോഴാണ് ചേട്ടന്റെ സാമവേദം വരുന്നത്. അത് പൊള്ളണമാതിരി പാടാൻ പറ്റി. ആ പാടിയപ്പോ എല്ലാവർക്കും അത് ഏറ്റുപിടിച്ചു. അപ്പൊ അതുകൊണ്ടാണ് MG ശ്രീകുമാർ പോലും അതിനെ അംഗീകരിച്ചത്. അതെ. ഇപ്പം സാമവേദം പാടേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു? എവിടെ വെച്ചാ പാടിയത്? നമ്മുടെ തൃക്കൂർ പഞ്ചായത്ത് പറഞ്ഞ പാലക്കപ്പറമ്പ് പഞ്ചായത്ത്. അവിടെ ഞാനൊരു മെമ്പറെ കാണാൻ പോയത്, സൈമൻ നമ്പാടൻ. ആളെ കാണാൻ പോയപ്പോൾ ആളവിടെ ഇല്ല. അപ്പോൾ സൈമൻ എവിടെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവിടെയുള്ളവർ ഞാൻ പലപ്പോഴും ഇങ്ങനെ പാട്ട് പാടി അങ്ങനെ ഫേമസ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഒരു പെൺകുട്ടി ഒരു മെമ്പർ അവിടുത്തെ ഒരു ക്ലർക്കാണത്, ഒരു പാട്ട് പാടുമെന്ന്. എന്നാൽ ഞാൻ പാടാം, എനിക്കൊരു 100 രൂപ തരുമെന്ന് ചോദിച്ചു. പക്ഷെ അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആ പാട്ട് പാട് എന്നിട്ട് തരാമെന്ന്. അപ്പോൾ അയ്യപ്പസ്വാമിയുടെ പാട്ട് പാടാൻ പറഞ്ഞു. അവർക്ക് അയ്യപ്പസ്വാമിനെ നല്ല ഇഷ്ടമാണ്, എനിക്കും. അപ്പം ഞാൻ ഈ സാമവേദം അപ്പം എൻ്റെ മനസ്സിലും മുഴുവൻ നിറഞ്ഞേക്കണത് അയ്യപ്പസ്വാമിയും ഈ പാട്ടാണ്. പെട്ടെന്ന് വായെന്ന് നമ്മുടെ മനസ്സിലുള്ളതല്ലേ പുറത്തു വരുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പാട്ട് പാടിയത്. അല്ലാണ്ട് മറ്റ് സിനിമ പാട്ടുകൾ നമുക്ക് അപ്പം മനസ്സിലില്ല. യേശുക്രിസ്തുവിൻ്റെ പാട്ടും മനസ്സിലില്ല. പക്ഷെ യേശുക്രിസ്തുവിന് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ എങ്കിലും ആ സമയത്ത് വന്നത് ഈ പാട്ടാണ്. അപ്പൊ ആ പാട്ട് ജാതി മത തത്വമസി അല്ലേ, ജാതിമത വ്യത്യാസമൊന്നും നമുക്കില്ലല്ലോ. തത്വമസി പൊരുൾ എന്ന് പറഞ്ഞാൽ നീ എൻ്റെ മുമ്പിൽ വരുമ്പോ നീ എൻ്റെ ദൈവം എന്ന് പറഞ്ഞ ഒരു ദൈവല്ലേ. അപ്പൊ ആ പാട്ട് ഞാൻ പാടി. അത് പാടി കഴിഞ്ഞപ്പോ അവർക്ക് വളരെ ഇഷ്ടമായി. അവരത് ലൈക്ക് ചെയ്തു, അവര് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. പിന്നെ അങ്ങനെ അങ്ങോട്ട് നമ്മൾ ഫേമസ് ആയി. സോഷ്യൽ മീഡിയ അങ്ങ് കത്തിച്ചു. അത് ഇപ്പം ഇത് വൈറലായി എന്നൊക്കെ അറിഞ്ഞപ്പോ വീട്ടിലുള്ളവരൊക്കെ എന്താ പറഞ്ഞേ? വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്താ പറഞ്ഞേ? എന്റെ ഭാര്യക്കും നാട്ടുകാർക്കും എന്ന് പറഞ്ഞാൽ എന്നെ വെറുത്തിരുന്ന ആൾക്കാരാ നാട്ടുകാര്. പക്ഷെ അവര് മുഴുവൻ ഇപ്പൊ എന്താ പറയുന്നറിയാം, ഓ വൈറലായൊരു മനുഷ്യൻ വളരെ നന്നായിട്ടുണ്ട്, ഒരു വ്യക്തി പോലും ദേഷ്യപ്പെട്ടിട്ടില്ല. ഇല്ല. അമ്മമാര് എല്ലാ ജാതിയിലും പെട്ട ആൾക്കാരും എന്നോട് അറിയാം, മോനെ ഇനി നന്നായി നടക്ക്, കള്ളുകൂടിയൊക്കെ നിർത്ത്. കള്ളുകൂടി ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ ഒക്കെ നിർത്തി നീ പാട്ടിൽ പോയി നന്നാവ്. എല്ലാവരും അനുഗ്രഹാശംസകൾ തന്നു. നാട്ടുകാരുടെ മൊത്തം വൈറൽ ഹീറോ ആയി മാറി. ഹീറോ എന്നിട്ട് എവിടെ പോയാലും നമ്മൾ അത്രക്ക് ഇഷ്ടമായി. അതെ. വിൽസൺ ചേട്ടൻ എന്ത് ചെയ്യുന്ന അന്വേഷിക്കും ഇപ്പൊ എല്ലാരും അല്ലേ? എങ്ങനെയാ അന്വേഷിക്കുന്നത്? വിൽസൺ ചേട്ടനെ കണ്ട ടാറ്റ, അല്ലെങ്കിൽ ബൈക്കുകൾ വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കണ്, കാറ് വന്ന് നിൽക്കണ്. എന്നിട്ട് ഓരോ ചോദ്യങ്ങളും പറച്ചിലുകളാ. എന്നിട്ട് പറഞ്ഞു ഇനി നന്നാവണം, കാരണം സിനിമയിൽ വരെ പാടണം, ജീവിതത്തിൽ പാടണം. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമാണ് സിനിമ പാട്ട്. അതുപോലെ MG ശ്രീകുമാറിനെ കാണണം. സിനിമയിൽ ആരെങ്കിലും ഒക്കെ വിളിച്ചു തുടങ്ങിയോ? വിളിയൊക്കെ വന്നോ? സിനിമന്ന് ഒരു കൂട്ടർ വിളിച്ചിട്ടുണ്ട്. ഒരു കൂട്ടർ പറഞ്ഞു ഒരു പുതിയ പാട്ട് സിനിമയ്ക്ക് വേണ്ടി പാടണം. അടിപൊളി. അത് വേറെ ആളെ വിളിച്ച് പറഞ്ഞാണ്. പക്ഷെ അത് എനിക്ക് കൺഫേം ആയില്ല. അവൻ പറഞ്ഞു, പക്ഷെ എങ്കിലും എനിക്ക് ഫോണില്ലല്ലോ, എൻ്റെ മോനോട് അവനെ പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവര് പ്രൊഡ്യൂസർ വിളിച്ച് പറഞ്ഞിട്ട് എഴുത്തുകാരൻ, നമുക്ക് സിനിമയിൽ ഒരു പുതിയ പാട്ട് ആളെ കൊണ്ട് ഒരു പുതിയ ശബ്ദത്തിൽ പാട്ട് പാടിക്കണം പറഞ്ഞിട്ടുണ്ട്. എന്നാ നമുക്ക് ഒരു പാട്ട് കൂടെ പാടിയാലോ? പാടാലോ. ഓക്കെ.
നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. ഓംകാരം മുഴങ്ങുന്ന ഗോക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുമ്പോൾ. ഓംകാരം മുഴങ്ങുന്ന ഗോക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുമ്പോൾ. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. അകിടുച്ചുരത്തുമൻ ജീവനിൽ നീ മോക്ഷ കറുക നാം വേകുമോ കണ്ണാ. കായാമ്പൂളി മണിവർണ്ണ നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. സൂപ്പർ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. വീട്ടിലെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുണ്ട്, എനിക്ക് 2 മക്കളാണ്. മൂത്തോൻ വയറിങ്ങിൻ്റെ പണിക്ക് പോകണു, കാർ ഓടിക്കുന്നതിൽ വിദഗ്ധനാണ്. പിന്നെ അവന് എന്തൊരു കാര്യത്തിനും നല്ല ഉന്മേഷവാനാണ്. അവൻ്റെ പേര് ജിംസൺ. പിന്നെ രണ്ടാമതൊരുത്തനുണ്ട് ജസ്റ്റിൻ. അവൻ ഒരു മദ്യപാന പുകവലി ഒന്നുമില്ലാത്തവനാണ്. ഇപ്പം ഈ മക്കൾ എന്ത് പറഞ്ഞു? പാട്ടൊക്കെ പാടി വൈറലായി എന്ന് പറഞ്ഞപ്പോൾ മക്കളൊക്കെ എന്താ പറഞ്ഞത്? മക്കൾ ഫുൾ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് ലേശം മദ്യപാനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് തന്നെ ഒന്ന് കുറയ്ക്കുക. കുറച്ചിട്ട് ഇപ്പോൾ ചാനലുകാർക്ക് വിളിക്കുന്നുണ്ട്, പാട്ട് പാടാൻ വിളിക്കുന്നുണ്ട്, സിനിമക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയിട്ട് പാട്ട് പാടുമ്പോൾ നല്ല രൂപത്തിൽ പോയി പാട്ട് പാടണം. എന്നും ഈ കള്ളു കുടിച്ചിട്ട് തന്നെ പാട്ട് പാടിയിട്ട് കാര്യമാണ്. അങ്ങനെ പറഞ്ഞ നന്നാവാനാണ് പറയുന്നത് നമ്മുടെ നാട്ടുകാർ. എന്താണെങ്കിലും ചേട്ടൻ ഇനിയും കൂടുതൽ അവസരങ്ങളൊക്കെ കിട്ടട്ടെ, എം ജി ശ്രീകുമാറിനെ കാണാൻ പറ്റട്ടെ, അതുപോലെ തന്നെ സിനിമയിൽ പാടാൻ പറ്റട്ടെ. അപ്പൊ നമുക്ക് അവസാനം ഒരു പാട്ടോട് പാടി അവസാനിപ്പിക്കാം. കൽപ്പാന്ധകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിലെ കവർന്ന രാധികയെപ്പോലെ, കവർന്ന രാധികയെപ്പോലെ. കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കണ്ണടച്ചാലും എൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കന്മദപ്പൂവിടർന്നാൽ കളിവിരുന്നൊരുക്കുന്ന കസ്തൂരിമാനല്ലോ നീ. കസ്തൂരിമാനല്ലോ നീ. അടിപൊളി. ചേട്ടൻ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരുപാട് ഭാഷകളിൽ പാട്ട് പാടാൻ അറിയാം. ഹിന്ദി അറിയാം, തമിഴ് അറിയാം, തെലുങ്ക് അറിയാം, എല്ലാ ഭാഷയും അറിയാം. ചേട്ടൻ ഇപ്പൊ ചെറുപ്പം മുതലേ ക്രിസ്ത്യാനിയാണ്. അപ്പൊ ക്രിസ്ത്യാനായിട്ട് വളർന്നു വന്ന ഒരാളാണ്. എങ്ങനെയാണ് ഈ അയ്യപ്പ ഭക്തിഗാനം ഒക്കെ പഠിച്ചത്? അയ്യപ്പ ഭക്തിഗാനം ഞാൻ പഠിച്ചതല്ല, ഞാനിങ്ങനെ പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നു ചേർന്നതാണ്.
കാരണം എനിക്ക് ആ പാട്ട് എൻ്റെ മനസ്സിലേക്ക് കയറി വന്നതാണ്. ഞാൻ പുലർച്ചെ നേരങ്ങളിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അമ്പലത്തിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഈ പാട്ട് കേൾക്കാം. ആ പാട്ട് കേട്ട് കേട്ട് എൻ്റെ മനസ്സ് ആകർഷിച്ചു. ഒരു പാട്ട് പാടുന്ന വ്യക്തികൾക്ക് ഇങ്ങനെ അത് സംഭവിക്കും. അപ്പോൾ ഹൃദയത്തിൽ അതുകൊണ്ട് കയറി വന്നു. പക്ഷെ അത് പാടുമ്പോൾ നെഞ്ചിലൊരു കുളിർമഴ. സത്യം. അയ്യപ്പൻ്റെ പാട്ട് പാടുമ്പോൾ ഈ പാട്ടിട്ടാ വേറൊന്നും അല്ല. ഈ സാമവേദം പാടുമ്പോൾ എന്തോ നെഞ്ചിൻ്റെ ഉള്ളിൽ ആരോ കയറി വരുന്ന പോലെ, ഏതോ ഒരു ലോകത്തേക്ക് പോണ പോലെയാണ്. അതുകൊണ്ട് സംഭവിച്ചത്. ആ, ഞാൻ പഠിച്ചതൊന്നുമല്ല, കേട്ട് എൻ്റെ ഉള്ളിൽ കയറി വന്നതാണ്. അത് ഉള്ളിൽ കയറി വന്നല്ല ദൈവം. അങ്ങനെ ഉള്ളിൽ കയറി വന്നതാണ് അയ്യപ്പൻ. പക്ഷെ ഞങ്ങൾ ക്രിസ്ത്യൻസുകളാണ്, യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ വേറൊരു ദൈവങ്ങളും മറ്റൊരു നമുക്ക് വ്യത്യാസമില്ല. ഒറ്റ ദൈവമുള്ളതെന്ന് നമുക്ക് കരുതുന്ന ആളാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അയ്യപ്പൻ കയറി വന്നപ്പോൾ അയ്യപ്പനെ പാടി, അത്ര തന്നെ.